ജനങ്ങൾക്ക് വേണ്ടി ഒന്നും തരാൻ കഴിയില്ല. റോഡ് തരില്ല, അവർക്ക് ആവശ്യമുള്ള അവകാശപ്പെട്ട ഒരു സാധനം തരില്ല. പകരം ഈ സുകുമാരൻ നായരെയും വെള്ളാപ്പള്ളിയെയും കുറെ പാസ്റ്റർമാരെയും കുറെ ഉസ്താദുമാരെയും കണ്ടു കഴിഞ്ഞാൽ അവര് പറയുന്നതിനനുസരിച്ച് വോട്ട് കുത്തും എന്ന ധാരണ ഇവർക്ക് വന്നത് എന്തുകൊണ്ടാണ്? രാഷ്ട്രീയക്കാർ അവരവരുടെ സ്ഥാനത്ത് നിൽക്കുന്നതാണ് നല്ലത്. ശബരിമലയിൽ നിങ്ങൾ കാണിച്ചത് തിരുനാവായയിലും കൂടി കാണിക്കാനാണ് നിങ്ങളുടെ പുറപ്പാടെങ്കിൽ, അല്ലാതെ അതിനകത്ത് കയറി ചൊറിയാനാണ് തീരുമാനമെങ്കിൽ ഇത് വലിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഹിന്ദുവിനൊപ്പം നിൽക്കുന്നത് ആരാണോ അവർക്ക് വോട്ട് ചെയ്യാന്ന് അവർ ചിന്തിച്ചാൽ CPM-കാരും UDF-കാരൊക്കെ ഇവിടുന്ന് നാട് വിട്ട് പോകേണ്ടി വരും കേട്ടോ. ഞാൻ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇദ്ദേഹം കേറിയപ്പോ തന്നെ കയറി പണിതൊരു സ്ഥലമാണ് സത്യത്തിൽ ശബരിമല എന്ന് പറയുന്നത്. ശബരിമലയിൽ യുവതികളെ കയറ്റാൻ വേണ്ടി എന്തെല്ലാം സംഗതികൾ ഒപ്പിച്ചു. അത് കഴിഞ്ഞ് അവിടെ ഒരു അയ്യപ്പ സംഗമം നടത്തി. അത് കഴിഞ്ഞതായി ഇപ്പൊ സ്വർണ്ണ കൊള്ള കേസ്. എന്താ അയ്യപ്പ സംഗമം നടത്തുന്നത് പോലെ ക്രിസ്ത്യാനികളുടെ ഒരു സംഗമം താങ്കൾ നടത്താത്തത്? അല്ലെങ്കിൽ മുസ്ലിമിന്റെ മതപരമായിട്ടുള്ള ഒരു കാര്യം താങ്കൾ എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? എന്നാൽ കാവ്യടുത്ത കുറെ ആളുകൾ എവിടെയെങ്കിലും വരുന്നു എന്ന് കേട്ടാൽ എന്താണ് നിങ്ങൾക്ക് ഇത്ര ഭയം വരുന്നത്? എന്താണ് ഭയം വരുന്നത്? ആ ഭയത്തിന്റെ പേരിൽ തന്നെ ഈ കുംഭമേള, നമ്മുടെ കേരളത്തിന്റെ കുംഭമേള തടയാനായിട്ട് മാക്സിമം CPM ശ്രമിച്ചു എന്നുള്ളത്. പക്ഷെ നടന്നില്ല. അത് തിരികെ വരുമ്പോൾ ആരാണ് ഭയക്കുന്നത്? എന്തിനെയാണ് ഭയക്കുന്നത്? ഈ ഭയത്തെ സത്യത്തിൽ അഡ്രസ് ചെയ്യണം. ഇന്ന് ഭാരതപ്പുഴയുടെ തീരത്ത് നമ്മുടെ മലപ്പുറത്ത് നാവാമുകുന്ദ ക്ഷേത്രത്തിൽ നടക്കുന്ന തിരുനാവായയിലെ കുംഭമേളയ്ക്ക് തുടക്കമായിരിക്കുകയാണ്. ഇന്ന് നിങ്ങൾ വാർത്തകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ പല കാഴ്ചകളും നിങ്ങൾക്ക് കാണാം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കുംഭമേളയെ പറ്റി തന്നെയാണ്. കുംഭമേള നമുക്കറിയാം 12 വർഷത്തിൽ ഒരിക്കൽ നോർത്തിൽ നടക്കുന്ന ഒരു ആചാരമായിട്ട് നമുക്ക് കണ്ട് കേട്ട് ഒക്കെ അറിവുള്ള ഒരു സംഗതിയാണ്. ഒരുപാട് പേര്, പ്രത്യേകിച്ച് സന്യാസികളായിട്ടുള്ള വ്യക്തികൾ കുംഭമേളയ്ക്കായി വരികയും കുംഭമേളയിൽ സ്നാനം ചെയ്യുകയൊക്കെ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ 12 വർഷത്തിൽ ഒരിക്കൽ എന്നതിലുപരി ഇതിന്റെ പുറകിൽ ഒരുപാട് കഥകളുണ്ട്. നമ്മളത് അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകാൻ സാധിക്കും. ഇതൊക്കെയും ലോജിക്കലി അല്ലെങ്കിൽ സാമാന്യ ബുദ്ധി കൊണ്ടൊക്കെ അളക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഏതൊക്കെയോ ഭയം കൊണ്ട് ഇതിനെയൊക്കെ എതിർക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഈ വീഡിയോയിൽ അതിനെയൊക്കെ അഡ്രസ് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആദ്യമായിട്ട് തിരുനാവായിൽ നടന്ന ആ ചടങ്ങിന്റെ ഒരു വിഷ്വൽ ഞാൻ കാണിച്ചു തരാം. മലപ്പുറത്ത് കുംഭമേള നടക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് കുംഭമേള എങ്ങനെയാണ് മലപ്പുറത്തേക്ക് വരുന്നത്? അത് നോർത്തിലെ ഒരു ആചാരമല്ലേ എന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ആദ്യം ഉന്നയിച്ചു വന്നത്. ഇതിപ്പോൾ ഹിന്ദുത്വ പടർത്തുന്നതിന്റെ ഭാഗമായിട്ട് മലപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു എന്നതിനെ പറ്റി ചർച്ച ചെയ്തവരെയും ഞാൻ കണ്ടു. എന്താണ് മലപ്പുറത്ത് നാവാമുകുന്ദ ക്ഷേത്രത്തിൽ ഒരു കൂട്ടം സന്യാസിമാരോ അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസികളോ ഒത്തുകൂടിയാൽ അത് ആരെയാണ് ഭയപ്പെടുത്തുന്നത്? എന്താണ് അവിടെ ഒരു ഭയത്തിന്റെ അടിസ്ഥാനം ഉണ്ടാവുന്നത്? നമുക്കറിയാം മലപ്പുറം എന്ന് പറയുന്നത് മുസ്ലിം ഭൂരിപക്ഷ ഏരിയയാണ്. നമ്മൾ ഇവൻ അവരുടെ ഈ നോമ്പിന്റെ ഒക്കെ സമയത്ത് ചെന്നാൽ അവിടെ ഹോട്ടലുകൾ പോലും തുറക്കില്ല എന്നൊക്കെ പറയുന്ന വ്യക്തികളെ കൂട്ടം കൂടി ആക്രമിക്കാൻ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. മലപ്പുറം മതേതരത്വത്തിന്റെ പ്രതീകമായിട്ടുള്ള ഒരു ജില്ലയാണ്. അവിടെ ഞങ്ങൾ മതം നോക്കിയല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവൻ നോമ്പിന് വന്നാൽ പോലും ഭക്ഷണം വിളമ്പുന്ന ഒരുപാട് ഹോട്ടലുകൾ നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാണ്. മനഃപൂർവ്വം അക്യൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇതൊക്കെ പറയുന്നതാണ് എന്ന് പറയുന്ന ഇവർ തന്നെ കുംഭമേളയ്ക്കെതിരെ വളരെ മോശമായി സംസാരിക്കുന്നത് ഈ ഒരു കാലയളവിൽ നമുക്ക് കാണാൻ സാധിക്കും. ഫേസ്ബുക്കിൽ തന്നെ ഒരുപാട് കമന്റുകൾ, ഇപ്പൊ ഈ വീഡിയോന്റെ തന്നെ കമന്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അതൊന്നും നിങ്ങളെ കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അത് വേറൊന്നും കൊണ്ടല്ല, നെഗറ്റീവ് പറയുന്ന അല്ലെങ്കിൽ വൃത്തികെട്ട രീതിയിൽ ഒരു മതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ആളുകളുടെ വിശ്വാസത്തെക്കുറിച്ചോ ഒക്കെ സംസാരിക്കുന്ന ആളുകളെ അങ്ങനെ അങ്ങ് പോപ്പുലാരിറ്റി കൊടുക്കണ്ട എന്ന് വിചാരിച്ചിട്ട് പറയാത്തതാണ്. എന്നാലും ആ ഒരു ഭയം എന്തിന്റെയാണ്? ഇവർ പറയുന്നത് പോലെ ഈ കുംഭമേള എന്ന് പറയുന്നത് അവിടത്തെ മാത്രം ആചാരമാണോ? നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന തിരുനാവായ ക്ഷേത്രത്തിൽ അതിന് യാതൊരു രീതിയിലുള്ള ചരിത്ര അടിസ്ഥാനവുമില്ലേ? ഞാൻ എന്നും ചെയ്യാറുള്ളത് പോലെ തന്നെ നമുക്ക് ChatGPT-യോട് ചോദിക്കാം, കുംഭമേള ഇന്നുണ്ടാക്കിയ ഒരു ചടങ്ങാണോ? ഈ പറയുന്ന പോലെ രാഷ്ട്രീയപരമായിട്ടും മലപ്പുറത്തെ മുസ്ലിങ്ങളെ ഒന്ന് ഒതുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണോ? അതോ ഇതിന് ചരിത്രമുണ്ടോ? തിരുനാവായ കുംഭമേളയ്ക്ക് പുരാതനമായ ഒരു ചരിത്ര പശ്ചാത്തലം ഉണ്ടെങ്കിലും ഇന്നത്തെ രൂപത്തിലുള്ള കുംഭമേള എന്ന പേരിൽ ഈ ഉത്സവം പുനരുജ്ജീവിക്കപ്പെട്ടത് അടുത്ത കാലത്താണ്. അതിന്റെ ചരിത്രപരമായ പ്രധാന വിവരങ്ങൾ താഴെ നൽകുന്നു. പുരാതന ചരിത്രം. മാമാങ്കം. തിരുനാവായയിൽ പണ്ട് 12 വർഷത്തിലൊരിക്കൽ ഭാരതപ്പുഴയുടെ തീരത്ത് നടന്നിരുന്ന മാമാങ്കം അഥവാ മഹാമഖം എന്ന വിശ്വപ്രസിദ്ധമായ ഉത്സവത്തിന്റെ ആത്മീയമായ തുടർച്ചയായാണ് ഈ കുംഭമേളയെ കണക്കാക്കുന്നത്. 8-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ മാമാങ്കം പ്രതാപത്തോടെ നടന്നിരുന്നു. കുംഭമേളയുമായുള്ള സാമ്യം. ഉത്തരേന്ത്യയിലെ കുംഭമേളകൾ പോലെ തന്നെ 12 വർഷത്തിലൊരിക്കൽ മഖം നക്ഷത്രവും വ്യാഴവും ഒത്തുവരുന്ന കാലത്താണ് തിരുനാവായയിലും മഹാമഖം നടന്നിരുന്നത്. വിശ്വാസപരമായി ഈ സാമ്യം കണക്കിലെടുത്താണ് ഇതിനെ കേരളത്തിന്റെ കുംഭമേള എന്ന് വിളിക്കുന്നത്.
പുനരുജ്ജീവന ശ്രമങ്ങൾ. ഏകദേശം 250 വർഷങ്ങൾക്ക് മുൻപ് മുടങ്ങിപ്പോയ ഈ പാരമ്പര്യം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ 2016 ആരംഭിച്ചു. 2016 ഭാരതപ്പുഴയുടെ തീരത്ത് നദീപൂജ നടത്തിയാണ് ഇതിന് തുടക്കം കുറിച്ചത്. ആധുനിക കുംഭമേള 2026 ജനുവരി 18 മുതൽ ഫെബ്രുവരി 3 വരെ തിരുനാവായയിൽ വിപുലമായ രീതിയിൽ കുംഭമേള അഥവാ മഹാമാഘ മഹോത്സവം സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. ജുനാ അഖാഡയുടെ നേതൃത്വത്തിലാണ് ഈ ആത്മീയ സംഗമം നടത്തുന്നത്. ഐതിഹ്യം: ലോക നന്മയ്ക്കായി പരശുരാമൻ ഭാരതപ്പുഴയുടെ തീരത്ത് യാഗം നടത്തിയെന്നും ആ യാഗത്തിൽ സകല ദേവന്മാരും പങ്കെടുത്തെന്നും ഐതിഹ്യം പറയുന്നു. ഇതിന്റെ സ്മരണയ്ക്കായി 12 വർഷത്തിലൊരിക്കൽ മഹാമഘം നടക്കുന്നു എന്നാണ് വിശ്വാസം. ചുരുക്കത്തിൽ മാമാങ്കം എന്ന പേരിൽ പണ്ട് നിലനിന്നിരുന്ന പുരാതന പാരമ്പര്യത്തെ കുംഭമേള എന്ന പുതിയ രൂപത്തിലും ഭാവത്തിലും ഇപ്പോൾ വീണ്ടെടുക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് ഇതിൽ പറയുന്നത്? കുംഭമേള എന്ന് പറയുന്നത് ഒരുപാട് രാഷ്ട്രീയ വിരോധികൾ അല്ലെങ്കിൽ ഹിന്ദു വിരോധികൾ ആരോപിക്കുന്നത് പോലെ ഇന്നലെ ഉണ്ടായ അല്ലെങ്കിൽ നോർത്തിൽ നിന്നൊരു ആചാരം ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കെട്ടുന്ന ഒരു ചടങ്ങാണോ? അല്ല. ഏതാണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടീഷുകാർക്ക് മുൻപ് ഇവിടെ നിലനിന്നിരുന്ന ഒരു ആചാരം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ആഘോഷം തന്നെയാണിത്. 12 വർഷത്തിലൊരിക്കൽ കടന്നു വരുന്ന ഒരു ആഘോഷം അല്ലെങ്കിൽ ആചാരം എന്ന് പറയുന്നത് ഒരിക്കലും നിസ്സാരമായിട്ടുള്ള ഒരു സംഗതിയല്ല. നമ്മളൊക്കെയും വർഷാവർഷം മതപരമായിട്ടുള്ള പല ആചാരങ്ങളും കൊണ്ടാടുന്ന ആൾക്കാരാണ് അല്ലെ. അപ്പൊ നമുക്കൊന്നും ഇല്ലാത്ത എന്ത് വിലക്കാണ് ഇവർക്ക് ഇക്കാര്യത്തിൽ നേരിടേണ്ടി വരുന്നത്? രാഷ്ട്രീയപരമായിട്ട് ചില നിയമങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഈ ഒരു സംഗതി നടക്കാതിരിക്കാനായിട്ട് പിണറായി ഗവൺമെന്റ് എടുത്ത ഒരുപാട് കാര്യങ്ങളെ പറ്റിയിട്ടുള്ള വാർത്തകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതിലൊന്നാണ് ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കി. അതായത് ഭാരതപ്പുഴയിൽ അനുവാദം ഇല്ലാതെ ഒരു ബ്രിഡ്ജ് കെട്ടി ഉണ്ടാക്കി. രണ്ടാമതായിട്ട് ഇതിന്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് അവിടുത്തെ കുറച്ച് നദി മണ്ണിട്ട് നികത്തി സൗകര്യം ഉണ്ടാക്കി. ഇതിനൊക്കെ കൂടി ചേർത്ത് റവന്യൂ വകുപ്പിന്റെ ഒരു സ്റ്റേ ഉണ്ടായിരുന്നു. JCB കൊണ്ട് പാലുണ്ടാക്കി എന്നുള്ളതാണ്. ഇത് പരിസ്ഥിതിക്ക് ദോഷമാണ് എന്നതാണ് ആദ്യത്തെ സംഭവം. രണ്ടാമത്തേത്, ഒരുപാട് ആളുകൾ വരുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ട് അവരുടെ ഈ ശുചീകരണത്തിന് വേണ്ടിയിട്ടുള്ള, പബ്ലിക്കായിട്ട് പറഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ചും കൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ മലമൂത്ര വിസർജനം നദിക്കരയിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ മലിനീകരണം ഉണ്ടാകും. അതുകൊണ്ട് ഇത് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് വിലക്കിയതും നമ്മൾ കണ്ടു. അപ്പൊ നമുക്കറിയാം, ഏതൊരു സംഗതികൾ നടക്കുമ്പോഴും അവിടെ ആൾക്കാർ അധികം വരുമ്പോഴും അവിടുത്തെ ശുചീകരണ കാര്യങ്ങളടക്കം എല്ലാം ചെയ്യേണ്ടത് സത്യത്തിൽ ഗവൺമെന്റ് ആണ്. നമുക്കറിയാം, കുംഭമേള നടന്നല്ലോ. അത് വലിയ കുംഭമേളയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അത് എങ്ങനെയായിരുന്നു നടന്നത്? ആ സമയത്തും ഇതുപോലെ തന്നെ വെള്ളത്തിൽ അണുക്കളുണ്ട്, വെള്ളം അഴുക്കാണ്, പൂക്കൾ കൊണ്ട് അതിങ്ങനെ ചീഞ്ഞ് കിടക്കുവാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രചരണം ഇവിടെ നടന്നിരുന്നു. എന്നാൽ വളരെ വൃത്തിയായിട്ട് UP-യിൽ ഒരേ ടൈം ഇങ്ങനെ ക്ലീൻ ആക്കി കൊണ്ടുപോകുന്ന കാഴ്ചകൾ വരെ ഇവിടെ വന്നതോടുകൂടി ഈ പറയുന്ന ആൾക്കാർക്ക് പിന്നെ സംസാരിക്കാൻ കാര്യമില്ലാതെ. ഇതൊക്കെ ആരാണ് ചെയ്യേണ്ടത്? ഇതൊക്കെ അവിടുത്തെ ഗവൺമെന്റ് ആണ് ചെയ്യേണ്ടത്. നമുക്കറിയാം, UP ഭരിക്കുന്നത് യോഗി സർക്കാരാണ്. ഒരു യോഗിക്ക് കുംഭമേളയുടെ ആ ഒരു പ്രാധാന്യം അറിയാവുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു. ഗവൺമെന്റിനും നല്ല രീതിയിൽ ഫണ്ട് ലഭിക്കുന്ന ഒരു സംഗതി തന്നെയാണിത്. ഇപ്പോൾ അയോധ്യ ആയാലും കുംഭമേള ആയാലും UP-നെ നല്ല രീതിയിൽ ഫണ്ട് കൊണ്ട് സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് UP-യിലെ യോഗി ആദിത്യനാഥിന് പിണറായി വിജയനെ പോലെ കോടികൾ കടമെടുക്കേണ്ട ആവശ്യം വരാത്തതും അവരുടെ ഖജനാവിൽ ലക്ഷക്കണക്കിന് കോടി രൂപ നീക്കിയിരിപ്പായിട്ട് മാറ്റി വെച്ചിട്ടുള്ളതും. എന്നാൽ പിണറായി വിജയൻ ഇതൊന്നും താല്പര്യമില്ല. മതേതരത്വത്തിന്റെ ഏതോ വലിയ ആളാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഇദ്ദേഹം സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം ഹിന്ദു ആചാരങ്ങളെ എതിർക്കുക എന്നുള്ളതാണ്. ഹിന്ദു അമ്പലങ്ങളെ എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടിയിട്ട് കരുതിക്കുട്ടി. ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, ഇദ്ദേഹം കയറിയപ്പോൾ തന്നെ കയറി പണിത ഒരു സ്ഥലമാണ് സത്യത്തിൽ ശബരിമല എന്ന് പറയുന്നത്. ശബരിമലയിൽ യുവതികളെ കയറ്റാൻ വേണ്ടി എന്തെല്ലാം സംഗതികൾ ഒപ്പിച്ചു. അത് കഴിഞ്ഞ് അവിടെ ഒരു അയ്യപ്പ സംഗമം നടത്തി. അത് കഴിഞ്ഞതായി ഇപ്പൊ സ്വർണ്ണ കൊള്ളക്കേസ്. ഈവൻ അവിടെ പോകുന്ന ഓരോ വ്യക്തികളും, കഴിഞ്ഞ ദിവസം ഒരു സുകുമാരൻ നായർ, NSSന്റെ സുകുമാരൻ നായർ പറയുന്നു, BJP എന്ത് ചെയ്തു, പമ്പ ഇപ്പോഴും വൃത്തികേടാണെന്ന്. BJP-നെ പമ്പ അതോറിറ്റി ഉള്ള ഒരു സ്ഥലത്ത് ജയിപ്പിച്ചതായിട്ട് BJP-യുടെ ഒരു MLA MP ഉള്ളതായിട്ട് എനിക്കറിയില്ല. കേന്ദ്ര സർക്കാർ അധികാരത്തിൽ കയറിയ സമയത്ത് ശബരിമലയിലെ പമ്പ ഞങ്ങൾ വൃത്തിയാക്കിക്കൊള്ളാം എന്നവരെങ്ങാനും പറഞ്ഞായിരുന്നു. അത് അവരുടെ ഉത്തരവാദിത്തമാണോ? ആരാണ് അത് ചെയ്യേണ്ടത്? ശബരിമലയിൽ വരുന്ന എല്ലാ ഫണ്ടും ഇവൻ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത പുനരുദ്ധാരണത്തിനും നവീകരണത്തിനുള്ള കോടികൾ അടക്കം ആരുടെ കയ്യിലേക്കാണ് വന്നത്? ആരാണ് അവിടെ കൃത്യമായി മലമൂത്ര വിസർജനത്തിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടത്? അയ്യപ്പന്മാർക്ക് ഒരു വിരി വിരിക്കാനുള്ള സ്ഥലം പോയിട്ട് വൃത്തിയുള്ള ഒരു ഏരിയ ഇല്ലെന്ന് സ്ഥിരമായിട്ട്, അതിപ്പോ കർണാടകയിൽ നിന്ന് വരുന്ന അയ്യപ്പന്മാരായാലും തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന അയ്യപ്പന്മാരായാലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അതിന് യാതൊരു മാറ്റം ഇവിടെ സംഭവിച്ചിട്ടില്ല. ഇവർക്ക് വോട്ട് ചെയ്യുന്ന CPM-കാരായ ഹിന്ദുക്കൾ പോലും എന്തുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്യുന്നു എന്ന് ചോദിച്ചിട്ടില്ല. ഇപ്പോഴും മതനിരപേക്ഷതയുടെ എന്തോ ഇതാണെന്നൊക്കെ പറഞ്ഞ പിണറായി വിജയൻ ഇതേ ധൈര്യം കാണിക്കാൻ ഒരു ക്രിസ്ത്യാനി പള്ളിയിലും കയറില്ല, ഒരു മുസ്ലിം പള്ളിയിലും കയറില്ല. എന്തുകൊണ്ടാണ്? എന്താ അയ്യപ്പ സംഗമം നടത്തുന്നത് പോലെ ക്രിസ്ത്യാനികളുടെ ഒരു സംഗമം താങ്കൾ നടത്താത്തത്? അല്ലെങ്കിൽ മുസ്ലിമിന്റെ മതപരമായിട്ടുള്ള ഒരു കാര്യം താങ്കൾ എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണെങ്കിൽ അതുപോലത്തെ പിൽഗ്രിം സെന്ററുകൾ ഇവിടെ ഒരുപാടുണ്ട്. ഈ പറയുന്ന എല്ലാ മതക്കാരുടെയും ഉണ്ട്. എന്തുകൊണ്ടാണ് താങ്കൾ അവിടെയൊന്നും കയറി ഇത് ചെയ്യാത്തത്? താങ്കൾക്ക് ജീവനിൽ കൊതിയുള്ളതുണ്ട് അല്ലെ? അപ്പൊ ഹിന്ദു സമൂഹം ഒരു രീതിയിൽ ഇതിനെ പ്രതികരിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് ഒത്തുകൂടിയാൽ അത് നിങ്ങളെ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. ആദ്യത്തെ ഭയപ്പെടുത്തൽ ഞാൻ കണ്ടത് നന്ദഗോവിന്ദം ഭജൻസിന്റെ അവിടെ ഇങ്ങനെ തിരക്ക് കൂടുന്നു, ആളുകൾ ഭജൻ കേൾക്കാൻ വേണ്ടിയിട്ട് വരുന്നു, ഭക്തി സാന്ദ്രമാകുന്നു. അത് കണ്ടിട്ട് അങ്ങ് പേടി വരുവാണ്. എന്താണ് പേടി? ഹിന്ദുക്കൾ ഒരു സ്ഥലത്ത് ഒത്തുകൂടുന്നത്, ഹിന്ദുവിന് ഒരു യൂണിറ്റി ഉണ്ടാവുന്നത് എങ്ങനെയാണ് നിങ്ങളെ പേടിപ്പിക്കുന്നത്? ഒരുപാട് സഖാക്കന്മാരെ എഴുതി വിട്ടിരിക്കുകയാണ് ഇത് ശരിയല്ല. എന്ത് ശരിയല്ല?
ഒരു ക്രിസ്ത്യാനി എവിടെയെങ്കിലും സമ്മേളനം നടത്തിയിട്ട് അവിടെ ഒരു അധികം ആൾക്കാർ കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും പറയാനില്ലല്ലോ. ഒരു ബന്ധക്കോസ്തക്കാരുടെ സമ്മേളനം കണ്ടാൽ നിങ്ങൾക്കൊന്നും പറയാനില്ലല്ലോ. ഒരു മുസ്ലിങ്ങളുടെ സമ്മേളനം കണ്ടാൽ നിങ്ങൾക്കൊന്നും പറയാനില്ലല്ലോ. അവിടെയൊക്കെ വരുന്ന മനുഷ്യരുടെ മുഖം പോലും വ്യക്തമല്ല. സ്ത്രീകളിൽ പലരും പെൻഗിൻ വരുന്നത് പോലെയാണ് വരുന്നത്. അതും നിങ്ങൾക്കൊന്നും പറയാനില്ല. എന്നാൽ കാവ്യയുടെ കുറെ ആളുകൾ എവിടെയെങ്കിലും വരുന്നു എന്ന് കേട്ടാൽ എന്താണ് നിങ്ങൾക്ക് ഇത്ര ഭയം വരുന്നത്? എന്താണ് ഭയം വരുന്നത്? ആ ഭയത്തിന്റെ പേരിൽ തന്നെ ഈ കുംഭമേള, നമ്മുടെ കേരളത്തിന്റെ കുംഭമേള തടയാനായിട്ട് മാക്സിമം CPM ശ്രമിച്ചു എന്നുള്ളത്. പക്ഷെ നടന്നില്ല. നമുക്കറിയാം, ഗവർണറാണ് അവിടെ വന്നിട്ട് അവിടെ കൊടി ഉയർത്തിയിരിക്കുന്നത്. ആ പരിപാടി അങ്ങനെ തന്നെ നടക്കും. എന്തുകൊണ്ടാണ്? ജുന അഖാഡയിലെ സന്യാസിമാരാണ് ഈ കുംഭമേളയ്ക്ക് നേതൃത്വം നൽകുന്നത്. ഇവിടുത്തെ പൂജ ആവട്ടെ എല്ലാ കാര്യങ്ങളും അവരാണ് ചെയ്യുന്നത്. CPMന്റെ ഭാഗത്തുനിന്ന് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു സമ്മർദ്ദം വന്നപ്പോൾ അവർ പറഞ്ഞത് ഓക്കെ, നിങ്ങൾക്ക് തടയാൻ പറ്റുന്നത് നിങ്ങൾ തടഞ്ഞോളൂ, എന്നാൽ കാവ്യയുടുത്ത് ഇവിടെ സന്യാസിമാർ വരുന്നത് നിങ്ങൾക്ക് തടയാൻ സാധിക്കില്ല. ഒരു ക്ഷേത്രമാണ്, ക്ഷേത്രത്തിന്റെ ചടങ്ങുകൾക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ വരും. അത് നോർത്തിൽ കുംഭമേളയ്ക്ക് എത്ര സന്യാസിമാരെ വന്നതെന്ന് നിങ്ങൾക്ക് അറിയാലോ. എല്ലാവരും പറയും അഘോരികൾ തുണി ഉടുക്കാറില്ല, അല്ലെങ്കിൽ അഘോരികൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഏതെങ്കിലും അഘോരിയെ നേരിട്ട് കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണോ നിങ്ങൾ? ഈ പറയുന്ന 12 വർഷത്തിൽ ഉണ്ടാവുന്ന ഒരു കുംഭമേളയ്ക്ക് അവരെങ്ങനെയാണ് എത്തുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? അവരുടെ കയ്യിൽ വാച്ചും കലണ്ടറും ക്ലോക്കും ഒന്നുമില്ലാതെ എങ്ങനെയാണ് അവർ ആ ടൈമിൽ അവിടെ എത്തുന്നത്? അവരുടെ സിദ്ധി എന്താണ്? അവരെ പോലെ ഈ പറയുന്ന ഹിമാലയത്തിൽ അല്ലെങ്കിൽ മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു സ്ഥലത്ത് ഒരു അരമണിക്കൂർ പോട്ടെ, ഒരു ഉച്ച വരെ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമോ? എത്ര ദിവസം നിങ്ങൾക്ക് അവിടെ സർവൈവ് ചെയ്യാൻ സാധിക്കും? അവരൊരു തുണി പോലും ഇല്ലാതെ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ ആത്മീയമായിട്ടുള്ള ഒരു ശക്തിയാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബോധം നിങ്ങൾക്കില്ല. നിങ്ങൾ ഇതിനൊക്കെ കല്ലെറിയും. ഒരാൾ പറഞ്ഞു കുളിക്കാൻ വേണ്ടിയിട്ടാണോ തിരുനാവായിൽ വരുന്നത്? ഞാൻ കണ്ടൊരു കമന്റ് ആണ് കേട്ടോ. കല്ലെറിയാൻ വേണ്ടി പ്ലെയിൻ പിടിച്ചു പോകുന്ന ആൾക്കാർക്ക് ഇത് പറയാൻ യോഗ്യതയില്ല. മനസ്സിലായില്ലേ? എല്ലാവർക്കും അവരവരുടെ തീർത്ഥാടന കേന്ദ്രങ്ങളും അവരവരുടെ മതവും മതത്തിന്റെ ആചാരവും എല്ലാം വലുതാണ്. ഹിന്ദുവിന് മാത്രം എങ്ങനെയാണ് ഇതൊക്കെ അങ്ങ് വിലക്കായി പോകുന്നത്? ഇപ്പൊ കേട്ടില്ലേ, മാമാകം എന്ന് പറയുന്ന ഒരു പഴയ സംഗതി, അത് ഇവിടുന്ന് മാഞ്ഞു പോയതാണ്, തേഞ്ഞു മാഞ്ഞു പോയതാണ്. അത് തിരികെ വരുമ്പോൾ ആരാണ് ഭയക്കുന്നത്? എന്തിനെയാണ് ഭയക്കുന്നത്? ഈ ഭയത്തെ സത്യത്തിൽ അഡ്രസ് ചെയ്യണം. ഒരു മനുഷ്യർ എവിടെയെങ്കിലും ഒത്തുകൂടുന്നത് മറ്റു മനുഷ്യർക്ക് ദ്രോഹമാണെങ്കിലും ഓക്കെ. ഇതിപ്പോൾ ആരെയും ദ്രോഹിക്കാനല്ല, അവരുടെ പ്രാർത്ഥനയുമായിട്ട് അവരുടെ കാര്യങ്ങളുമായിട്ടാണ് അവിടെ നിൽക്കുന്നത്. ഇപ്പൊ സന്യാസം എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയും ജുന അഖാഡക്കാര് അല്ലെങ്കിൽ അവിടുത്തെ സന്യാസിമാര് എന്ത് വന്നാലും അടി കൊണ്ട് കുഞ്ഞ് വിഷമിച്ച് ഓടുന്ന ആൾക്കാരൊന്നുമല്ല. യോഗി ആദിത്യനാഥിനെ തന്നെ നിങ്ങളൊന്ന് ക്രൂഷ്യലായിട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബോംബ് പൊട്ടിക്കാൻ ഇറങ്ങുന്ന പോലെ അത്ര എളുപ്പമൊന്നുമല്ല. ആത്മീയമായും ശാരീരികമായും ഒരുപാട് കഴിവുകളുള്ള വ്യക്തികളാണ് സന്യാസിമാർ. അവരോട് മുട്ടാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കില്ല. ഒരു രാഷ്ട്രീയക്കാരനും ജയിക്കാൻ സാധിക്കില്ല. എന്തിനാണ് ഈ വിരോധം? എന്തിനാണ് ഈ വൈരാഗ്യം? നോക്കൂ, നിങ്ങൾ ഹിന്ദുക്കളെ എതിർത്ത് ഭൂരിഭാഗം ഹിന്ദുക്കളെയും നിങ്ങൾ BJPയിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. ഇനി കുറച്ചുള്ള ആൾക്കാരെയും കൂടി ഇതുപോലെ പറഞ്ഞ് നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഒരു സൈഡിൽ കൂടി ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. UDFകാർ മുഴുവനും ഓരോ സാമുദായിക നേതാക്കന്മാരുടെ മുതൽ എല്ലാ സ്ഥലത്തും കയറി ഇറങ്ങി നിരങ്ങുവാണ്. ജനങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാതെ സാമുദായിക നേതാക്കന്മാരുടെ തിണ്ണ നിരങ്ങി വോട്ട് വാങ്ങണം എന്ന് ചിന്തിക്കുന്ന വ്യക്തികളെ തിരിച്ചറിയുന്നിടത്താണ് നിങ്ങൾ ഈ പറയുന്ന മതനിരപേക്ഷത അല്ലെങ്കിൽ ആ പറയുന്ന ഒരു സംഗതിയുടെ അർത്ഥം മനസ്സിലാക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടി ഒന്നും തരാൻ കഴിയില്ല. റോഡ് തരില്ല, അവർക്ക് ആവശ്യമുള്ള അവകാശപ്പെട്ട ഒരു സാധനം തരില്ല. പകരം ഈ സുകുമാരൻ നായരെയും വെള്ളാപ്പള്ളിയെയും കുറെ പാസ്റ്റർമാരെയും കുറെ ഉസ്താദുമാരെയും കണ്ടു കഴിഞ്ഞാൽ അവര് പറയുന്നതിനനുസരിച്ച് വോട്ട് കുത്തും എന്ന ധാരണ ഇവർക്ക് വന്നത് എന്തുകൊണ്ടാണ്? സോ യൂണിറ്റി വരുമ്പോൾ പോലും മതപരമായിട്ടുള്ളത് വേറെ, രാഷ്ട്രീയമായിട്ടുള്ളത് വേറെ എന്ന് മനസ്സിലാക്കാനായിട്ട് ഇവിടുത്തെ ആളുകൾക്ക് സാധിക്കണമെങ്കിൽ ഈ കപട മതേതരത്വം ഒക്കെ മാറ്റിവെക്കണം. അംബേദ്കർ എഴുതിയ ഭരണഘടനയിൽ ഇല്ലാത്തൊരു സംഗതിയാണ് മതേതരത്വം. അത് കൂട്ടിച്ചേർത്തതിന്റെ ഉദ്ദേശം എന്താണോ ആ ഉദ്ദേശം ഇന്ന് വരെയും നിലനിന്ന് പോകുന്നുണ്ട്. ഒരു സൈഡിലേക്ക് മാത്രം മതേതരത്വം കാണിക്കുകയും ഒരു സൈഡിലുള്ള ആൾക്കാരെ മതേതരത്വത്തിന്റെ പേരും പറഞ്ഞ് തന്നെ എതിർക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് ആൾക്കാർ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഹിന്ദുവിന് ഇവിടെ ഐത്തത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെ ജനിച്ച് വളർന്ന ഇവിടുത്തെ പൗരത്വമുള്ള ഏതൊരു ഹിന്ദുവിനും അയാളുടെ മതം പിൻപറ്റാനും ആചാരങ്ങൾ അനുഷ്ഠിക്കാനും എല്ലാം ഉള്ള അവകാശമുണ്ട്. രാഷ്ട്രീയക്കാർ അവരവരുടെ സ്ഥാനത്ത് നിൽക്കുന്നതാണ് നല്ലത്. ശബരിമലയിൽ നിങ്ങൾ കാണിച്ചത് തിരുനാവായിലും കൂടി കാണിക്കാനാണ് നിങ്ങളുടെ പുറപ്പാടെങ്കിൽ ശബരിമലയിൽ വെറുതെ എന്താ പറയുക സൈലന്റ് ആയിട്ട് നിന്ന് നാമജപം ഒക്കെ പറഞ്ഞ ആ ഒരു അമ്മമാരുടെ പോലത്തെ ആൾക്കാരായിരിക്കില്ല നിങ്ങളെ നേരിടുന്നത്. ജുന അഖാഡ എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായിട്ടുള്ള ഒരു സന്യാസി സമൂഹമാണ്. ഇവൻ ട്രാൻസ്ജെൻഡർ സന്യാസി സമൂഹം വരെ അവരിലുണ്ട്. അഖാഡ എന്ന് പറഞ്ഞാൽ ഗുസ്തിക്കളം എന്നാണ് അർത്ഥം. അതായത് ഹിന്ദുവിന് അല്ലെങ്കിൽ സന്യാസിമാർക്ക് നേരെ വരുന്ന ഈ പറയുന്ന ഇതുപോലുള്ള കുറെ ദുഷിച്ച ആൾക്കാരെ കായികപരമായിട്ട് വരെ നേരിടാനായിട്ട് പഠിച്ചവരാണ് അവർ. അപ്പൊ അതുകൊണ്ട് അവരോട് മുട്ടണ്ട. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ ചെല്ലുക, കാണുക, തിരിച്ചു വരിക. നിങ്ങൾക്ക് താല്പര്യമില്ലേ, നിങ്ങളുടെ കാര്യം നോക്കി പോവുക, മൈൻഡ് ചെയ്യാതിരിക്കുക എന്നൊരു ഓപ്ഷനും കൂടി ഇവിടെ ഉണ്ട്. അല്ലാതെ അതിനകത്ത് കയറി ചൊറിയാനാണ് തീരുമാനമെങ്കിൽ ഇത് വലിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഹിന്ദുവിനൊപ്പം നിൽക്കുന്നത് ആരാണോ അവർക്ക് വോട്ട് ചെയ്യാന്ന് അവർ ചിന്തിച്ചാൽ CPMകാരും UDFകാരൊക്കെ ഇവിടുന്ന് നാട് വിട്ട് പോകേണ്ടി വരും കേട്ടോ. ഞാൻ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ എല്ലാവർക്കും കേരളത്തിന്റെ കുംഭമേള ആശംസകൾ. തുടർന്ന് കാണുക പോളി ന്യൂസ്.